ഹലോ മക്കളെ, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മലയാളം പാർട്ട് 1 യൂണിറ്റ് 1 ചിറകു വിരിച്ച് എന്നതിൽ മണ്ണാൻകട്ടയും കരിയിലയും. നമുക്ക് നേരെ പാഠത്തിലേക്ക് പോകാം. കണ്ടോ മക്കളെ, നല്ല ഭംഗിയുള്ളൊരു ചിത്രം. ഈ ചിത്രത്തിലെ ഈ കുഞ്ഞു മക്കൾ ഭൂമിയിലാണോ നിൽക്കുന്നത്? അവർ ഊഞ്ഞാലാടി രസിക്കുന്നുണ്ട്. ഭൂമിയിലാണോ മരത്തിലാണോ ഊഞ്ഞാല കെട്ടിയിരിക്കുന്നത്? അല്ലല്ലേ, ആകാശത്തിലാണ്. മഴവില്ലുണ്ട്, മേഘങ്ങളുണ്ട്, പക്ഷികളുണ്ട്. മേഘത്തിൽ കിടക്കുകയും ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ചന്ദ്രനിൽ കയറിയിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ചിത്രം. അതിൻ്റെ അടിയിൽ നോക്കൂ, കുത്തുവഴുകുന്ന വെള്ളച്ചാട്ടം, മരങ്ങൾ, വീടുകൾ, പാലത്തിന് മുകളിലൂടെ ഓടുന്ന ബസ്സുകൾ. നല്ല ഭംഗിയുള്ള ചിറകു വിരിച്ച് എന്ന ഈ പേജിൽ നമുക്ക് ഇതെല്ലാമാണല്ലേ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ചിറകുള്ള ബസ്. വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല. ജനലുകളുടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ കയ്യുകൾ അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്ന് തോന്നും. ചിറകുള്ള ബസ്. ബസ്സിൻ്റെ പാഠത്തിൻ്റെ ഹെഡിങ്ങിൻ്റെ പേര് ചിറകുള്ള ബസ്. ഇതാരാണ് മക്കളെ എഴുതിയത്? വിഷ്ണു പ്രസാദ്. ബസ്സിന് ചിറകു മുളക്കുന്നുണ്ടല്ലോ. കവിതയിൽ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ പ്രവർത്തനമാണ് കേട്ടോ. ബസ്സിന് ചിറക് മുളക്കുന്നുണ്ടല്ലോ. കവിതയിൽ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരിക്കുനുള്ളൊരു യാത്രയല്ല, സാങ്കല്പിക യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. സാങ്കല്പിക ചിത്രമാണ്, സാങ്കല്പിക യാത്രയാണ്. മനസ്സിലായില്ലേ മക്കളെ? അപ്പോൾ ക്വസ്റ്റ്യൻ വരും. LSSനും ഓണത്തിൻ്റെ എക്സാമിനൊക്കെ വരും. നിങ്ങൾക്കും ചിറക് മുളച്ചാൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യുമെന്ന് സങ്കല്പിച്ച് എഴുതുക. അപ്പോൾ മക്കൾ എന്താണ് എഴുതുക? നിങ്ങൾക്ക് ചിറക് മുളച്ചാൽ നിങ്ങൾ ആകാശത്തിലൂടെ ഉയർന്നു രസിച്ചു പറന്നു കളിക്കും. വലിയ വലിയ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കും. പിന്നെ പുഴയുടെയും കടലിൻ്റെയും മുകളിലൂടെ പാറി നടക്കും. അങ്ങനെ ഒരുപാട് സാങ്കല്പികമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ടാകൂലേ. അതെല്ലാം മക്കളെ ഇത് കേട്ടോ. അടുത്ത പേജ്, മണ്ണാങ്കട്ടയും കരിയിലയും. സങ്കല്പയാത്രയുടെ എത്രയെത്ര കഥകളും കവിതകളും ഉണ്ടെന്നറിയാമോ? യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം കിട്ടണമെന്നില്ല. ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്നും വരാം. ഈ മണ്ണാങ്കട്ടയും കരിയിലയും ഇത് മക്കൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ കഥ ടീച്ചർ പറഞ്ഞു തരട്ടോ. ഒരു ദിവസം ഒരു കരിയില കാറ്റിൽ പറന്ന് കാശിക്ക് പോകുകയായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ പോകുമ്പോൾ കരിയിലക്ക് ബോറടിച്ചു. അങ്ങനെ പോകുമ്പോഴാണ് ഒരു മണ്ണാൻകട്ടയെ കണ്ടത്. അവർ തമ്മിൽ പരസ്പരം പരിചയപ്പെട്ട് നല്ല ഫ്രണ്ട്സായി. അങ്ങനെ മണ്ണാൻകട്ടയും കരിയിലയുടെ കൂടെ കാശിക്ക് പോരാൻ കമ്പനി കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ അവരങ്ങനെ യാത്ര തുടർന്നു. അങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കാറ്റടിച്ചത്. അതിലെന്ത് ചെയ്തു? മണ്ണാൻകട്ട വേഗം കരിയിലയുടെ പുറത്തേക്ക് കയറിയിരുന്നു. അങ്ങനെ കാറ്റ് എല്ലാം നിലച്ചതിന് ശേഷം അവർ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ കുറച്ചങ്ങ് ദൂരം പോയപ്പോഴാണ് നല്ല ഒരു മഴ പെയ്തു. അതിൽ കരിയില എന്തു ചെയ്തു? വേഗം മണ്ണാൻകട്ടയുടെ മുകളിൽ കയറിയിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ച് കാശിയിലേക്കുള്ള യാത്ര തുടർന്നു. അങ്ങനെ അവർ കുറച്ച് ദൂരം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കൊടുങ്കാറ്റും പെരുമഴയും പെയ്തു. കരിയില കാറ്റിൽ പറന്നുപോയി. മണ്ണാങ്കട്ടയോ ആ വെള്ളത്തിൽ ഒലിച്ചുപോയി. ഇതാണ് കഥ കേട്ടോ മക്കളെ. അപ്പോൾ യാത്രയിൽ നമ്മൾക്ക് പ്രതീക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല. ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്നും വരാം. അതാണ് ഇതിൽ പറയുന്നത്.
ഇനി അടുത്ത പേജ് നോക്കൂ. മുന്നറിയിപ്പ്. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണാമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കടലുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് നീളെ തിരമാല. കപ്പലു കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് കൂറ്റൻ മണിമേട. കാടു കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് നീളെ മരമല്ലേ. കാണാൻ ചെന്നു വാരിക്കുയിനാൻ കണ്ടത് കൂറ്റൻ കിണറല്ലേ. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണാമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. നല്ല വരി. ഇതാരാണ് രചിച്ചത്? അക്കിത്തം. അക്കിത്തത്തിൻ്റെ കുട്ടിക്കവിതയാണിത്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നാണ് കേട്ടോ ഫുൾ പേര്. ഇത് ജീവചരിത്രക്കുറിപ്പ് പറഞ്ഞു തരാം അക്കിത്തത്തിൻ്റെ. 1926 മാർച്ച് 18 പാലക്കാട് ജില്ലയിൽ ജനിച്ചു. അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നാണ് ഫുൾ നെയിം. ഇത് ആകാശവാണിയിലെ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്ന ആളായിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, വെള്ളക്കണ്ണിൻ്റെ കഥ, അരങ്ങേറ്റം, പഞ്ചവർണ്ണക്കിളി, മധുവിധു ഇതെല്ലാം പ്രധാന കൃതികളാണ്. 2020 അദ്ദേഹം മരിച്ചത്. 2019 ജ്ഞാനപീഠം കിട്ടിയിട്ടുണ്ട്. ഇത് LSSനൊക്കെ വരും കേട്ടോ. 2019 ജ്ഞാനപീഠം ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക്. വയലാറ്, പത്മശ്രീ, ഓടക്കുഴൽ ഒരുപാട് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവാർഡുകളെല്ലാം ലഭിച്ച ആളാണ്. കവിത താളത്തിൽ ചൊല്ലൂ. കാണാമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവും? ചിത്രം കൂടി പരിശോധിച്ചു പറയൂ. കണ്ടോ? കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണാമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കടലുകൾ കാണാൻ പോയവരെന്താ കണ്ടത്? തിരമാല. ആ തിരമാല എന്തിൻ്റെ രൂപമായിട്ടാണ് കാണുന്നത് ഈ ചിത്രത്തിൽ? എന്തോ മൃഗങ്ങളുടെ രൂപമൊക്കെയായിട്ടാണല്ലേ കാണുന്നത്. കാടുകൾ കാണാൻ പോയിട്ടോ നീളേ മരമാണ് കണ്ടത്. കപ്പൽ കാണാൻ പോയവർ മണിമേടയാണ് കണ്ടത്. വരിക്കുയി കാണാൻ പോയത് ഒരു കിണറാണ് കണ്ടത്. അങ്ങനെ കാണാൻ ആഗ്രഹിച്ച് ചെല്ലുന്നതായിരിക്കില്ല നമ്മൾ കാണുന്നത്. കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കവി നൽകുന്ന മുന്നറിയിപ്പ് എന്തൊക്കെയാണ്? എന്താണ് മുന്നറിയിപ്പ് കൊടുക്കുന്നത്? കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണാമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. ഓക്കെ, നമുക്ക് അടുത്ത പേജ്. കുട്ടി യാത്രക്കൊരുങ്ങുകയാണ്. എവിടെയാക്കാണ് യാത്ര? വട്ടത്തിൽ ചവിട്ടുമ്പോൾ സൈക്കിളിൽ ചവിട്ടാൻ. PP രാമചന്ദ്രൻ. ഇതിലെന്താണ് ഈ പറയുന്നത്? സൈക്കിൾ ചവിട്ടാം എന്ന കവിതയിൽ ഒരു കുട്ടി ചന്ദ്രനിലേക്ക് പുറപ്പെട്ടു. എങ്ങനെ? മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിളിൽ. മുമ്പ് ഇതൊന്നും വാഹനങ്ങളില്ലാത്തൊരു കാലത്തായിരുന്നു ആളുകൾ സൈക്കിൾ വാടകയ്ക്ക് വാങ്ങിയാണ് സവാരി ചെയ്തിരുന്നത്. മൈക്കിൾ ചേട്ടൻ്റെ കടയിൽ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും. സൈക്കിൾ എടുക്കണം, യാത്ര പോകണം. യാത്ര ചന്ദ്രനിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ മൈക്കിൾ ചേട്ടൻ തടസ്സങ്ങൾ പലതും പറഞ്ഞു. പക്ഷെ അതിനെല്ലാം കുട്ടി മറുപടി കണ്ടെത്തിയിട്ടുണ്ട്. സൈക്കിൾ കിട്ടിയാൽ മാത്രം മതി. അവസാനം മൈക്കിൾ ചേട്ടൻ സൈക്കിൾ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് നേരെ ആ കവിതയിലേക്ക് പോകാം. മൈക്കിൾ ചേട്ടാ സൈക്കിള് വേണം. എങ്ങോട്ടാ മോനെ? ചന്ദ്രനിലേക്ക്. എന്തിനാ മോനെ? നിലാവ് കൊള്ളാൻ. ബെല്ലില്ല മോനെ. നാവുണ്ട് ചേട്ടാ. ബ്രേക്കില്ല മോനെ. കാലുണ്ട് ചേട്ടാ. ടയറില്ല മോനെ. ചിറകുണ്ട് ചേട്ടാ. എന്നാലെടുത്തോ, പോയിട്ട് വരാട്ടോ. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി, ദാരിട്ട റോട്ടിൽ താളത്തിലോടി. ആഞ്ഞു കൂതിച്ചപ്പോൾ തെങ്ങുമ്മ കയറി, അവിടുന്നും ചവിട്ടി ആകാശം കയറി. അവിടെ ഒരു മേഘത്തിൽ ഒരു പയ്യനിരിക്കുന്നു. എന്താടാ പയ്യൻ? പിടിവിട്ടു വീണു.
പരിക്കെന്തോ പറ്റി, കാലിനൊന്നൊളുക്കി, ഇനിയെന്തു ചെയ്യും? എടുത്തിട്ടു പോണം, പിന്നിലിരുന്നോ, അങ്ങനെയാട്ടെ. എന്താടാ പേര്? ചന്ദ്രനെന്ന്. എവിടത്തെ ചന്ദ്രൻ? മാനത്തെ ചന്ദ്രൻ. എവിടെ പോണം? ഭൂമിയിൽ പോണം. എന്തിനു പോണം? സൈക്കിളിൽ ചവിട്ടാൻ. PV രാമചന്ദ്രൻ്റെ നല്ല ഭംഗിയുള്ളൊരു കവിത. കവിത താളമിട്ടു ചൊല്ലൂ. നിലാവ് കൊള്ളാൻ ഭൂമിയിലിരുന്നാൽ പോരെ, പിന്നെ എന്തിനാണ് കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത്? എന്തിനായിരിക്കും മക്കളെ? അത് യാത്ര ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ്. അപ്പോൾ യാത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടിയായിട്ടായിരിക്കും കേട്ടോ അങ്ങനെ പോകുന്നത്. മൈക്കിൾ ചേട്ടൻ മറ്റെന്തൊക്കെ തടസ്സങ്ങൾ പറയാനാണ് സാധ്യത? കുട്ടിയുടെ മറുപടി എന്തായിരിക്കും? താളത്തിൽ പറയൂ. അപ്പം എങ്ങനെ പറയാം? മൈക്കിൾ ചേട്ടൻ പറയാണ്, സീറ്റില്ല മോനെ, നിന്നിട്ട് ചവിട്ടാം. വീയില്ല മോനെ, ഇല്ലല്ലോ ചേട്ടാ, എനിക്കെന്തു നൽകും? അമ്പിളി മാമേനെ. എങ്കിൽ നീ പൊയ്ക്കോ, പോയിട്ട് വരാട്ടോ. ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിൾ സവാരിയിൽ കണ്ട കാഴ്ചകൾ എന്തായിരിക്കും കണ്ടിരിക്കുക സൈക്കിൾ സവാരിയിൽ? നീല കുന്നുകൾ, നല്ല ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ, കളകളം പാടുന്ന പുഴകളും കുളങ്ങളും, അതിൽ തുള്ളിക്കളിക്കുന്ന മീനുകൾ, മൈതാനത്ത് ഓടിക്കളിക്കുന്ന കുട്ടികൾ, കടലുകൾ, തിരയോടടുത്തോടുന്ന കടലുകൾ, പിന്നെ വയലുകൾ, പച്ച പുതച്ചിട്ട് നിൽക്കുന്ന വയലുകൾ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവൂലേ? അപ്പം ഇന്ന് നമുക്ക് ഇത്രയും പറഞ്ഞ് നിർത്താം. മക്കൾക്കെല്ലാം മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക് യു.